ഇപ്പോൾ വരുന്ന അറസ്റ്റും റിമാൻഡുമൊക്കെ 2019 അയ്യപ്പൻ നിശ്ചയിച്ചതാണ്. അയ്യപ്പൻ നിശ്ചയിക്കാനൊരു കാരണമുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനൊപ്പം നിന്നുകൊണ്ട് പാതിരാവിൽ അവിടുത്തെ ആചാരം ലംഘിച്ച് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്ത് അന്നത്തെ നവോത്ഥാന സമിതിക്കും ഗവൺമെൻറ്റിനും വേണ്ടി ഇരിക്കുന്ന പദവിക്ക് നിരക്കാത്ത പണികൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരാണ്. ഒന്ന് മുരാരി, 2 സുധീഷ്, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള വാസു. ഇതൊക്കെ അയ്യപ്പൻ അന്നേ വിധി എഴുതിയതാണ് എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യമാകുന്നത്. ഇപ്പോൾ ഈ കേസിൽ ആരെ നാളെ അറസ്റ്റ് ചെയ്യും, ഇനി ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണം, ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ. അവർ അന്വേഷണം സുഗമമായി നടക്കട്ടെ. എന്തായാലും കോടതിയുടെ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, എന്തായാലും ദേവസ്വം പ്രസിഡൻ്റായാലും ദേവസ്വം കമ്മീഷണറായാലും അവർ മാത്രമല്ല ഈ ഫയലിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. തീർപ്പ് കൽപ്പിക്കുന്നതിന് റോളുള്ള വേറെ ചില ആളുകളുണ്ട്. 3 തലങ്ങളിൽ പരിശോധന നടത്തിയിട്ട് ഒരു ഫയൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ മുൻപാകെ വരൂ. ആ ഫയലിൽ തീരുമാനമെടുക്കുമ്പോൾ ഇത്തരമൊരു കാര്യമാകുമ്പോൾ അത് ബോർഡ് കൂടി തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രസിഡൻറ്റ് മാത്രമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രസിഡൻറ്റിനൊപ്പം ഇത് അംഗീകരിക്കുന്നതിന് തീരുമാനത്തിൽ ഒപ്പിട്ട ദേവസ്വം സെക്രട്ടറി ഉണ്ട്, ദേവസ്വം അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉണ്ട്, കൂടെ ഉണ്ടായിരുന്ന ബോർഡ് മെമ്പർമാരുണ്ട്, ഈ ഫയൽ എഴുതിയ സെക്ഷൻ ക്ലർക്കുണ്ട്, സൂപ്രണ്ടുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം പങ്കാളിത്തം കൃത്യമായി പരിശോധിക്കപ്പെടണം. അതിലേറ്റവും പ്രധാനമാണ് അന്നത്തെ സെക്ഷൻ ക്ലർക്കായിരുന്ന ശ്യാം പ്രകാശിൻ്റെ നടപടികൾ. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള പിന്നീട് വളർച്ച, പ്രമോഷൻ, ഇപ്പോൾ ഇരിക്കുന്നത് വിജിലൻസ് ഓഫീസർ പോസ്റ്റിലാണ്. അദ്ദേഹം സർവീസിലുണ്ട്, ഇപ്പോൾ ജോലിയിലില്ല, അവധിയെടുത്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് അവധി, ആര് പറഞ്ഞിട്ടാണ് അവധി, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 2-3 ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കില്ല. മാത്രമല്ല, ദേവസ്വം പ്രസിഡൻറ്റുമാർ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് എന്ന് പറയുമ്പോൾ സ്ഥായിയായി അവരെ കൺട്രോൾ ചെയ്യുന്ന അവിടുത്തെ ഓഫീസിലേക്ക് വരുന്ന പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് വേറെ ഉണ്ട്, പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഇതിൽ ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ എതിരാളി എന്നുള്ള നിലയിൽ ദേവസ്വം പ്രസിഡൻറ്റ് ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നു, സന്തോഷം. ഇനി അടുത്ത പ്രസിഡൻറ്റിനെ അറസ്റ്റ് ചെയ്യണം, അത് അതിനേക്കാൾ വലിയ സന്തോഷമെന്ന് വേണമെങ്കിൽ രാഷ്ട്രീയ എതിരാളിയായി എനിക്ക് പറയാം. പക്ഷേ അവരങ്ങനെ ആയതിൽ അവരുടെ മാത്രം പങ്കാളിത്തമാണോ, അവർക്കാരാണ് ഇത് നിർദ്ദേശം നൽകിയത്, ഈ ഫയൽ ഇങ്ങനെയാക്കി ഇവരുടെ മുന്നിൽ എത്തിച്ചതാരാണ്, ഇവർ തന്നെ പറഞ്ഞിട്ടാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇത് കേവലം 1-2 വ്യക്തികളിൽ, രാഷ്ട്രീയ നേതാക്കളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായി ഞാൻ കാണുന്നില്ല. അങ്ങനെ ഇത് അവസാനിപ്പിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഏറ്റവും എന്നെ അതിശയിപ്പിക്കുന്നത് ഈ സെക്ഷൻ ക്ലർക്ക് വിജിലൻസ് ഓഫീസറായിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് ഈ ഫയൽ പുട്ടപ്പ് ചെയ്ത സെക്ഷൻ ക്ലർക്ക് വിജിലൻസ് ഓഫീസറായിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ശരി, ഓക്കെ, നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് വളരെ ഗൗരവമല്ലേ അത്? ശരി, ഓക്കെ. അപ്പൊ ഇതൊന്നും അറിയാത്ത ആളുകളാണോ പിന്നെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്? ശരി, ഓക്കെ. ദേവസ്വം പ്രസിഡന്റും ബോർഡ് മെമ്പർമാരും ഒക്കെ ഇതൊന്നും അറിയാത്ത ആളുകൾ, ഇവരൊന്നും വായിച്ചു നോക്കാതെ ഒപ്പിട്ട് കൊടുത്തവരാണ്. ശരി, ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്ക് അതിന്റെ വക്താക്കൾക്ക് ഉന്നയിക്കാനുണ്ടാവും. ഞാൻ അങ്ങിലേക്ക് മടങ്ങിയെത്താം.